ഹായ് ഓൾ, അസ്സലാമു അലൈക്കും. ഡോക്ടർ APJ അബ്ദുൽ കലാമിൻ്റെ ജീവിതത്തിൽ നിന്ന് പ്രചോദനം ഉൾക്കൊള്ളുന്ന ഒരു മോട്ടിവേഷൻ കഥയാണ് ഞാൻ ഇന്നിവിടെ പറയുന്നത്. രാമേശ്വരത്തെ ഒരു സാധാരണ കുടുംബത്തിൽ ജനിച്ച APJ അബ്ദുൽ കലാമിന് ചെറുപ്പം മുതലേ വലിയ സ്വപ്നങ്ങൾ ഉണ്ടായിരുന്നു. പത്രങ്ങൾ വിറ്റും മറ്റ് ചെറിയ ജോലികൾ ചെയ്തും അദ്ദേഹം പഠിച്ചു. തൻ്റെ സ്വപ്നങ്ങൾക്ക് ചിറക് വിരിച്ചു പറക്കാൻ വിദ്യാഭ്യാസം മാത്രമാണ് ഏക പോംവഴിയെന്ന് അദ്ദേഹം വിശ്വസിച്ചു. മദ്രാസ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജിയിൽ എഞ്ചിനീയറിംഗ് പഠിക്കുന്ന കാലത്ത് അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലെ വഴിത്തിരിവായൊരു സംഭവമുണ്ടായി. ഒരു യുദ്ധവിമാനത്തിൻ്റെ രൂപരേഖ തയ്യാറാക്കാൻ അദ്ദേഹത്തിന് ഒരു അവസരം ലഭിച്ചു. പക്ഷേ ആദ്യ ശ്രമം പരാജയപ്പെട്ടു. പ്രൊഫസർ ശ്രീനിവാസൻ അദ്ദേഹത്തിൻ്റെ രൂപരേഖയിൽ അതൃപ്തി പ്രകടിപ്പിച്ചു. അത് അദ്ദേഹത്തെ വല്ലാതെ വേദനിപ്പിച്ചു. എന്നാൽ ആ നിരാശയിൽ തളരാതെ അദ്ദേഹം കൂടുതൽ കഠിനാധ്വാനം ചെയ്തു. ഉറക്കമില്ലാത്ത രാത്രികളും കഠിന പരിശ്രമവും ഒടുവിൽ ഫലം കണ്ടു. അദ്ദേഹം മികച്ച ഒരു രൂപരേഖ തയ്യാറാക്കി. പ്രൊഫസറെ അത്ഭുതപ്പെടുത്തി. ആ സംഭവം അദ്ദേഹത്തിന് വലിയ ആത്മവിശ്വാസം നൽകി. പിന്നീട് ഇന്ത്യയുടെ മിസൈൽ പദ്ധതികളിൽ അദ്ദേഹം നിർണായക പങ്ക് വഹിച്ചു. അഗ്നി, പൃഥ്വി തുടങ്ങിയ മിസൈലുകളുടെ വിജയകരമായ വിക്ഷേപണത്തിന് അദ്ദേഹം നേതൃത്വം നൽകി. രാജ്യത്തിൻ്റെ പ്രതിരോധ രംഗത്ത് അദ്ദേഹം വലിയ സംഭാവനകൾ നൽകി. രാഷ്ട്രപതിയായപ്പോഴും അദ്ദേഹം ലളിതമായ ജീവിതം നയിച്ചു. കുട്ടികളോടും യുവാക്കളോടും അദ്ദേഹം എപ്പോഴും സംവദിച്ചു. സ്വപ്നം കാണുക, സ്വപ്നം കാണുക, സ്വപ്നം കാണുക. സ്വപ്നങ്ങൾ ചിന്തകളായി മാറണം, ചിന്തകൾ കർമ്മങ്ങളായി മാറണം എന്ന് അദ്ദേഹം എപ്പോഴും ഓർമ്മിപ്പിച്ചു. അദ്ദേഹത്തിൻ്റെ ജീവിതം നമ്മെ പഠിപ്പിക്കുന്നത് ഇതാണ്: പ്രതികൂല സാഹചര്യങ്ങളെ തരണം ചെയ്ത് കഠിനാധ്വാനത്തിലൂടെയും സ്ഥിരോത്സാഹത്തിലൂടെയും നമുക്ക് വലിയ സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കാൻ സാധിക്കും. എൻ്റെ എല്ലാ കൂട്ടുകാർക്കും എല്ലാവരുടെയും സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കാൻ സാധിക്കട്ടെ എന്ന് ഞാൻ പ്രത്യാശിക്കുന്നു. അതിനുവേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു. ഈ കഥ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ലൈക്കും ഷെയറും ചെയ്യുക. താങ്ക്